ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു PYQs നോക്കിക്കഴിഞ്ഞാൽ ക്വിസാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ക്രാക്ക് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. PYQ ആണ് ലാസ്റ്റ് മൊമെന്റിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ക്വസ്റ്റ്യൻസ് കുറെ പാറ്റേൺസ് റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പൊ കുറെ പേര് ചോദിച്ചൊരു കാര്യം ഇതാണ്, PYQ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, PYQ മതി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എത്ര PYQ നോക്കണമെന്ന് കുറെ പേര് ചോദിച്ചു. അപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാതിരിക്കാം. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ എന്റെ ക്ലാസ്സിൽ എടുത്തതെന്ന് വെച്ചാൽ 20 സെറ്റ് PYQ എടുത്തത്. അപ്പൊ 2015 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റിനും എടുത്തു. അപ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018, 2019 ഈ റേഞ്ചിൽ വന്ന കാര്യങ്ങളാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അതുപോലെ വരുന്നത്. അതായത് 2 കൊല്ലം അല്ലെങ്കിൽ ഒരു 3 കൊല്ലം ഇടവിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ PYQ ആയിരിക്കത്തില്ല അതേപോലെ റിപ്പീറ്റ് ചെയ്ത് അടുത്ത കൊല്ലം വരാൻ ചാൻസ് കൂടുതൽ. അത് ഈ ജനറൽ ആയിട്ടുള്ള ട്രെൻഡ് കണ്ടപ്പോൾ മനസ്സിലായ കാര്യം. അതായത് ഈ കൊല്ലത്തെ PYQ ആയിരിക്കത്തില്ല, ചിലപ്പോൾ വരാൻ പോണത് 2022 ആയിരിക്കും, അല്ലെങ്കിൽ 2021 ആയിരിക്കും. ആ ഒരു റേഞ്ചിലെ PYQs ആയിരിക്കും കൂടുതൽ റിപ്പീറ്റ് ആകാൻ പോണത്. അപ്പോഴത്തേക്ക് നമുക്ക് റിപ്പീറ്റേഷൻ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ഈ ഒരു കഴിഞ്ഞ കൊല്ലത്തെ സെറ്റ് അല്ലാതെ എക്സ്ട്രാ സെറ്റ് അങ്ങോട്ട് നോക്കിയാലേ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കിട്ടത്തുള്ളൂ. അപ്പൊ അതൊരു മെയിൻ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ടഫ് ആവുമോ എന്നുള്ള കുറെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ എക്സാം ടഫ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു പേപ്പറിനകത്ത് ഏത് ഷിഫ്റ്റ് എടുത്താലും അതിനകത്ത് മിനിമം ഒരു 30 ക്വസ്റ്റ്യൻ ഈസി കാണും. 30 ക്വസ്റ്റ്യൻ ഈസി. കഴിഞ്ഞ കൊല്ലത്തെ ഷിഫ്റ്റ് 4 എടുത്തു കഴിഞ്ഞാൽ 4ന്റെ തുടക്കം തൊട്ടേ പേപ്പർ ഈസിയാണ്. അപ്പൊ അതിനകത്തൊരു 40-45 ക്വസ്റ്റ്യനോളം ഈസി ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഏറ്റവും ലീസ്റ്റ് എക്സാം പാറ്റേൺ മാറിയിട്ടും എക്സാം കുറച്ചുകൂടി ടഫ് ആയിട്ടും 30 ക്വസ്റ്റ്യനോളം നമുക്കൊരു ഈസി ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അങ്ങനെ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കുറവാണ്, ഒരു 10-15 ഉള്ളൂ. നിങ്ങൾ ക്വിസാറ്റ് PYQs കുറെ ചെയ്താലേ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്വിസാറ്റ് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുള്ളൂ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വിസാറ്റ് എക്സാമിന് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുള്ളൂ, സ്ഥിരമായിട്ട് അതേപോലെ തന്നെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് സൊല്യൂഷൻസ് പല രീതിയിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇപ്പൊ കോംപ്ലക്സ് നമ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അനലിറ്റിക്കൽ രീതിയിലും കൊണ്ടുവരാം, ഗ്രാഫിക്കൽ മെത്തേഡിലും കൊണ്ടുവരാം. അപ്പൊ അത് വേണമെങ്കിൽ ഞാനൊരു ഡെമോൺസ്ട്രേഷൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ Z, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു നോക്കാം. നമുക്കൊരു കോംപ്ലക്സ് നമ്പർ എടുക്കാം. ഇപ്പൊ ഞാൻ എടുക്കുന്നു Z minus 5 mod Z minus 5 equal to modulus of Z minus 4. അല്ലെങ്കിൽ നമുക്ക് ഈ സർക്കിളിന്റെ ഇക്വേഷൻ എടുക്കാം. ഈ ഒരു ഇക്വേഷൻ എടുക്കാം. ഈക്വൽ ടു എന്താണ് 4 ആണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മോഡുലസ് കണ്ടുപിടിക്കാം. ഇതൊരു ശരിക്കും ഒരു സർക്കിളിന്റെ ഇക്വേഷനാണ്. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പർ, അതായത് ക്വിസാറ്റ് സൊല്യൂഷൻസ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. അതായത് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ, ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ പലപ്പോഴും അത് കുറച്ചുകൂടിയൊക്കെ ലെങ്തി ആയിരിക്കും. അപ്പൊ ഓരോ ക്വസ്റ്റിനും നിങ്ങൾ നെറ്റ് റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കത്തില്ല, നിങ്ങൾക്ക് അതിലൊരു ഈസി സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ അതാണ് പറയാനുള്ളത്, ക്വസ്റ്റ്യൻ ഈസി ആവുന്നത് നിങ്ങളുടെ മെത്തേഡ് ഓഫ് അപ്രോച്ച് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമുക്ക് Z-5ന്റെ മോഡുലസ് 4 ആണെങ്കിൽ നമുക്ക് എഴുതാം Z ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡിൽ x plus iy ഈക്വൽ ടു Z ആണ്. അപ്പൊ നമുക്ക് എഴുതാം മോഡുലസ് ഓഫ് x plus iy minus 5 is equal to 4. അപ്പൊ നമുക്ക് x minus 5 plus iy ഈ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് 4 ആണ്. അപ്പൊ നമുക്ക് മോഡുലസിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 4 സ്ക്വയർ ഈക്വൽ ടു x minus 5 the whole square plus y square. ഇതൊരു മെത്തേഡാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ 0,5,0 റേഡിയസ് 4 യൂണിറ്റ്സ് ആണ്. സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ HK സെന്റർ വരുമ്പോ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പെൻ ആൻഡ് പേപ്പർ വേണ്ട. ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ ഇതിനൊരു സർക്കിളിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ Z1 മൈനസ് Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Z1 ആൻഡ് Z2 ആയിരിക്കും. അപ്പോഴത്തേക്കും നോക്കിക്കേ, ഇതിനിടയ്ക്കുള്ള ദൂരം 5നും ഒരു Z-നും ഇടയ്ക്കുള്ള ദൂരം എപ്പോഴും 4 ആണെങ്കിൽ നമ്മൾ അതേ ആ Z നമുക്ക് എങ്ങനെ വരയ്ക്കും, ഒരു കോമ്പസിനകത്ത് 4 യൂണിറ്റ് വരുന്ന Z എങ്ങനെ ആയിരിക്കും, ഒരു സർക്കിൾ ആയിരിക്കും ആ ലോക്കസ് വരുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രി ആയിട്ട് നമുക്ക് പല ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ PYQs അത്രയും നിങ്ങൾ എന്താണ് ചെയ്ത് വരത്തുള്ളൂ. കാരണം ചില സമയത്ത് ചോദിച്ചിരിക്കുന്ന 6th റൂട്ട് ഓഫ് യൂണിറ്റി, 8th റൂട്ട് ഓഫ് യൂണിറ്റി, പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എത്ര ചെയ്യുന്നു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് PYQ തന്നെയാണ് എല്ലാത്തിന്റെയും ബേസിസ്. പക്ഷെ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്ക് 2 ഡിഫറെന്റ് രീതിയിൽ അനലൈസ് ചെയ്ത് പോകാൻ പറ്റും.
അതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആരാണോ കൊണ്ടുവരുന്നത് അവർക്കായിരിക്കും അത് കൂടുതൽ എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ എത്ര നമ്മൾ എഴുതണം, 1, 2, 3, 4 തവണ എഴുതണം. 4 തവണ എഴുതി ഉത്തരം എത്തുമ്പോൾ നമുക്ക് സമയം ഒരുപാട് പോകും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും സെന്റർ 5 റേഡിയസ് 4 സർക്കിൾ ആണ് കൺസെപ്റ്റ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് വന്നോണ്ടാ. അങ്ങനെയാണ് പേപ്പർ എന്താണ് ഈസി ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ല നിങ്ങൾ NCERT ചെയ്തു എന്ന് വെച്ച് ക്വസ്റ്റ്യൻ എളുപ്പമാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ക്യുസാറ്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എക്സാം ടഫും ഈസി ആവുന്നത്. കുറച്ച് എക്സാം കഴിഞ്ഞ കൊല്ലം ടഫ് ആയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ കൊല്ലത്തെ PYQസിന്റെ കുറച്ച് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ എക്സ്ട്രാ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും 90 ക്വസ്റ്റിനകത്ത് വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 32 മിനിമം 32 ഒരു 45 ക്വസ്റ്റ്യൻ എങ്കിലും ഏറ്റവും ലീസ്റ്റ് എങ്കിലും പഴയ PYQs തന്നെയാണ് വന്നേക്കുന്നത്. ബാക്കി കുറച്ച് എക്സാമിന്റെ ലെവൽ കുറെ ടോപ്പിക്കുകൾ അപ്ഡേറ്റഡ് ആയിട്ട് ഒരു 10 ക്വസ്റ്റ്യനോളം പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യനോളം പുതിയ കാര്യങ്ങളും കൊണ്ടുവന്നു. അപ്പൊ ക്വസ്റ്റ്യൻ കുറെ കൂടി ടഫ് ആയിട്ടുണ്ട്. മിഡ് റേഞ്ചിൽ ചില കാര്യങ്ങൾ എന്താണ് ഈസി അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്താണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേ കഴിഞ്ഞ കാലത്തെ PYQ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഈ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് അങ്ങനെയായിരിക്കും. അതായത് പുതിയ കാര്യങ്ങൾ കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് വന്നിട്ട് അത് ഇനി ചോദിക്കുകയാണെങ്കിൽ എളുപ്പം ഈ PYQs റെഫർ ചെയ്ത് അത് മിക്കവാറും നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പൊ ഇതാണ് ഇനി പറയാനുള്ളത്. പേപ്പർ കമ്പാരിറ്റീവ്ലി 2022 വെച്ച് നോക്കുമ്പോൾ എക്സാം 23 ടഫ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 24 ടഫ് ആവാൻ ഉണ്ട്. ടഫ് ആവാനുള്ള ഒരു റീസൺ നമുക്ക് കഴിഞ്ഞ കൊല്ലം എനിക്ക് വേറെ സ്റ്റേറ്റിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ചാനലിനകത്ത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി പലതിനകത്തും അവർ കമന്റ്, അപ്പൊ അവർ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്ത് കഴിഞ്ഞ കൊല്ലം 2 സ്റ്റേറ്റിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത്തവണ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും 3ാമത് സ്റ്റേറ്റ് ആയി. അപ്പോഴത്തേക്ക് അതിനർത്ഥം എന്ന് വെച്ചാൽ 3-4 സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ട്. അതിനർത്ഥം ഓരോ കൊല്ലം കൂടുന്തോറും ക്യുസാറ്റ് ഫേമസ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ ഇത് കുറെ ആളുകൾ എഴുതാനും ഇപ്പൊ തന്നെ ഒരു ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ക്യുസാറ്റ് എടുക്കാനും ക്യുസാറ്റിന് 1 ഇയർ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും ഉണ്ട്. ക്യുസാറ്റിന് മാത്രമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം +2 മാർക്ക് പറയുമ്പോൾ കീമിനെക്കാളും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും ക്യുസാറ്റാണ്. അപ്പൊ ആ രീതി നോക്കുമ്പോൾ ഇന്ന് ഒരാൾ കോൺടാക്ട് ചെയ്തു, അവനാണെങ്കിൽ 95% ജയിക്കുണ്ട്. അപ്പൊ അവനാണെങ്കിൽ ക്യുസാറ്റാണ് നോക്കുന്നത്. അപ്പൊ അവന്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലാണ്. അപ്പോഴത്തേക്കും വേറൊരു സ്റ്റേറ്റിലുള്ള ആളുകൾ കയറുന്നുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് എന്താണ് ഡിമാൻഡ് കൂടുക, യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇത് കൂടിക്കൂടി വരുമോ, ഗ്രാജുവലി എന്താണ് ആളുകൾ അറിയും. ആളുകൾ അറിയുമ്പോൾ കുറെ ആളുകളുടെ കോമ്പറ്റീഷൻ അവിടെ കൂടിക്കൂടി വരും. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിലും എക്സാം ടഫ് ആവാൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഡിമാൻഡ് കുറച്ചുകൂടി കൂടി. അപ്പൊ ഡിമാൻഡ് കൂടുമ്പോഴത്തേക്ക് ആ ഫിൽട്രേഷൻ കുറച്ചുകൂടി ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ എന്താണ് കൂടുതലും ക്യുസാറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അതായത് ഒരു 5 വേക്കൻസി ഉണ്ട്, ഒരു 10 പേര് അപ്ലൈ ചെയ്യുമ്പോൾ 5 പേർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സീറ്റ് ഇതുവരെയായിട്ടും കൂടുന്നില്ല. ക്യുസാറ്റിൽ ആ ഒരു സീറ്റ് എനിക്ക് തോന്നുന്നു ഫിക്സഡ് ആയിട്ടിരിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്താണ് ബാക്കി എൻട്രൻസ് വെച്ചിരിക്കുമ്പോൾ സീറ്റ് കുറവ്. പക്ഷെ ഇവിടെ എന്താണ് ഡിമാൻഡ് പിന്നും കൂടി ഉള്ള സീറ്റിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സീറ്റ് കമ്പാരിറ്റീവ്ലി. കാരണം 2 കോളേജ് ഫില്ല് ആവുന്നുള്ളൂ ഈ എൻട്രൻസ് വെച്ചിട്ട്. ബാക്കിയുള്ള എൻട്രൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കീമാണെങ്കിൽ 150 കോളേജാണ് ഫില്ല് ആവുന്നത്. അപ്പൊ ആ ഒരു വേരിയേഷൻ വെച്ച് നോക്കുമ്പോൾ എന്താണ് 2 കോളേജിനകത്ത് സീറ്റ് എടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അതിന് പോലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് സീറ്റിനുള്ള ഒരു ഡിമാൻഡ് കൂടി. അപ്പൊ ആ ഒരു സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എക്സാം എന്താണ് കമ്പാരിറ്റീവ്ലി ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2027 ടഫ് ആയിരിക്കും. പക്ഷെ എത്രയൊക്കെ ടഫ് ആയാലും ഈ ഒരു 30 ക്വസ്റ്റ്യനോളം എങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ PYQs നല്ലപോലെ നോക്കിയാൽ. പക്ഷെ റിപ്പീറ്റഡ് PYQ കൂടുതലും വരുന്നത് തൊട്ട് മുന്നത്തെ ഇയറിലെ ആയിരിക്കത്തില്ല. ചിലപ്പം കഴിഞ്ഞ അതിന് മുന്നേ ഉള്ള കൊല്ലം അല്ലെങ്കിൽ അതിനെക്കാളും മുന്നേ ഉള്ള കൊല്ലം, അതായത് 2-3 ഇയർ ബാക്കിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും എടുത്തെടുത്ത് ചോദിക്കുന്നത് മാത്സിന്റെ കേസിൽ. അപ്പൊ അതാണ് നീ പറയാനുള്ളത്. നിങ്ങൾ PYQ റെഫർ ചെയ്യുമ്പം ഈ ഒരു 5 ഷിഫ്റ്റ് മാത്രം നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം എവിടെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കുക. കാരണം ചോദിച്ചു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഷിഫ്റ്റ് 1 ഉണ്ട്, ഷിഫ്റ്റ് 2 ഉണ്ട്, ഷിഫ്റ്റ് 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇത് നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഇതിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതേ ടോപ്പിക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവിടെ കാണത്തില്ല, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പോസ് ചെയ്തു. പക്ഷെ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പിന്നെയും മുന്നത്തെ ഉണ്ടല്ലോ, 4 ഷിഫ്റ്റ് ആയിരുന്നുള്ളൂ ഇതിനെക്കാളും തൊട്ട് മുന്നത്തെ ഇയറിൽ 4 ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ 4 ഷിഫ്റ്റ് നോക്കുമ്പോഴത്തേക്ക് അവിടെയും ഇതേ സാധനം എന്താണ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഷിഫ്റ്റ് മാത്രം നോക്കുക, നമ്മൾ ജസ്റ്റ് 3 ക്വസ്റ്റ്യൻ ആണെന്ന് തള്ളി കളയത്തുള്ളൂ. അപ്പൊ ഇതിനെക്കാളും പഴയ കൊല്ലാകുമ്പോൾ 2-1 ഷിഫ്റ്റ് വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഒരു ടോപ്പിക് ഇവിടെ എല്ലാം ചോദിച്ചു വന്നു, അതുകൊണ്ടാണ് ഇതിവിടെ ചോദിച്ചത്. അതുകൊണ്ട് നെക്സ്റ്റ് ഇയറിൽ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാ പറയുന്നത്, ഒരു ഇയറിലെ ഷിഫ്റ്റ് മാത്രം നോക്കിയിട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്.